ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के अतिश्रेष्ठ नाम को महिमा मिले. സ്നേഹ ബഹുമാന്യനായ കർത്തൃദാസൻ बहुमान्य प्रभु के दास, ഈ സൂം മീറ്റിംഗിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും और इस जूम मीटिंग में से मेरा सुनने वाले सारे प्रभु के बच्चों को, കുഞ്ഞുങ്ങൾക്കും सारे छोटे बच्चों को, മാതാപിതാക്കൾക്കും सारे माता पिताओं को, എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ. सारे लोगों को परमेश्वर के अतिश्रेष्ठ नाम से मैं मेरा प्रेमी सलाम कहना चाहता हूँ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് ഇവിടെ. परमेश्वर के दास ने जैसे कहा, यहाँ पे बहुत भारी बारिश है. രാവിലെ സമയം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകും. ഇതുവരെയും ദൈവം, എന്നാൽ ഇന്ന് ഈ സമയം വരെയും കറണ്ട് പോകാതെ ദൈവം നിർത്തി. बीच में करंट जाता था, लेकिन अभी तक आराधना शुरू हुआ तब से लेकर अभी तक करंट जाने के लिए प्रभु ने अनुमति नहीं दी है. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ आप सबके प्रार्थना के वजह से ऐसे सब हो रहा है. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु हम सबको आशीषित करे. ഇനി അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. थोड़ी देर के मनन के लिए एक वचन मैं पढ़ना चाहता हूँ. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. യോഹന്നാൻ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. पहला यूहन्ना 5वां अध्याय और उसका 18वां वचन. पहला यूहन्ना 5वां अध्याय 18वां वचन. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. यहाँ पे हमने वचन में हम ऐसे पढ़ते हैं कि हम जानते हैं कि जो कोई परमेश्वर से उत्पन्न हुआ है वह पाप नहीं करता, पर जो परमेश्वर से उत्पन्न हुआ उसे वह बचाए रखता है और वह दुष्ट उसे छूने नहीं पाता. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ഒരു ലേഖനമാണ് നാം ഇന്ന് ധ്യാനത്തിനായി വായിച്ചത്. हम यहाँ पे अपोस्तल यूहन्ना ने लिखा हुआ एक लेखन यहाँ पढ़ सकते हैं. ആമേൻ. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് അറിയപ്പെടുന്നത്. ആമേൻ. हम प्यार का एक प्रेरित करके हम यूहन्ना के बारे में देख सकते हैं. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം വരിച്ച ഒരേ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. हम देख सकते हैं कि यीशु के शिष्यों में नॉर्मल जैसे लोग मरते हैं ऐसे मरा हुआ एक ही शिष्य है, वो है यूहन्ना. ആമേൻ. എന്നാലും മരിക്കുന്നതിന് മുമ്പ് താൻ മരണത്തിനേക്കാളും അതികഠിനമായ ക്രൂര പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു ഭക്തനായിരുന്നു യോഹന്നാൻ. लेकिन मृत्यु से पहले उन्होंने बहुत ज्यादा पीड़ा सहन किया करके हम जान सकते हैं. ആമേൻ. യേശുവിന്റെ കൂടെ നടന്ന് യേശുവിന്റെ മാറോട് ചാരി ഇരുന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. यूहन्ना यीशु के साथ रहकर यीशु के छाती में सिर रखकर रहा हुआ एक प्रभु का बेटा था. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ പത്മോസിലേക്ക് നാടുകടത്തപ്പെടുവാൻ ഇടയായി തീർന്നു യോഹന്നാൻ. और जब उन्हें पतमोस में भेजा गया, ആമേൻ. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ ദൈവം തന്റെ ദാസന്റെ അകത്ത് കൊടുത്ത വചനങ്ങളാണ് ആമേൻ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ 1, 2, 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകങ്ങളും എഴുതുവാൻ ഇടയായി തീർന്നത്. और वहां पतमोस में रहते समय परमेश्वर ने उनको दिया हुआ प्रकाशन के अनुसार उन्होंने पहला, दूसरा, तीसरा यूहन्ना और प्रकाशित पत्री लिखने के लिए प्रभु ने अवसर दिया. ആമേൻ. അങ്ങനെ പത്മോസിന്റെ ഏകാന്തതയിൽ നിന്ന് തിരികെ എഫസോസിലേക്ക് കടന്നു വന്ന് എഫസോസ് പട്ടണത്തിൽ ഇരുന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് ഒന്നാമത്തെ ലേഖനമാണ് നാം ഇന്ന് വായിക്കുവാൻ ഇടയായി തീർന്നത്. और पतमोस में लौटकर जब एफेसोस में आया तब वहां पे बैठकर उन्होंने लिखा हुआ पत्री है, ये यूहन्ना का पहला पत्री.
ആമേൻ ആമേൻ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുന്ന ഒരു പറ്റം ജനത്തെ അവൻ യേശു ദൈവമാണെന്നും അവൻ യേശുവിന് എതിരെ തിരിയുന്നത് പാപമാണെന്നും പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് ഒന്നാമത്തെ ലേഖനം. यीशु मसीह सच्चा परमेश्वर नहीं है कर विश्वास करने वाले एक झुंड लोगों को यीशु के तरफ मोड़ने के लिए यूहन्ना ने लिखा वो पत्र यही है. ആമേൻ യേശുവിനെ ദൈവമല്ലെന്ന് പറയുന്ന ഒരു വ്യക്തി പാപിയാണെന്നാണ് യോഹന്നാൻ ഇതിലൂടെ ആമേ തെളിയിക്കുന്നത്. ആമേൻ. यूहन्ना इसमें ऐसे लिखते हैं कि यीशु में जो विश्वास नहीं करता या यीशु परमेश्वर नहीं है करके जो कहता है वो पापी है. ആമേൻ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. यूहन्ना का पहला अध्याय पहले पत्री का 2रा अध्याय का पहले वचन में लिखा है कि हे बच्चों तुम पाप ना करने के लिए मैं तुमसे लिखता हूँ. ആമേൻ. സ്നേഹത്തോടെ ഒരു പ്രായാധിക്യം ചെന്ന് ആമേൻ ഹല്ലേലൂയ ഒരു പിതാവായ ഒരു വ്യക്തിയുടെ സ്നേഹവാത്സല്യത്തോടെ ആമേൻ ഹല്ലേലൂയ എഫെസോസിലെ ദൈവമക്കളെ യോഹന്നാൻ ആമേൻ ഉണർത്തിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. उधर एफेसोस के बच्चों को परमेश्वर से जो दूर हो गए उनको जगाते हुए यूहन्ना यहाँ पे लिखता है, हे मेरे बालकों तुम पाप न करो करके. ആമേൻ ഹല്ലേലൂയ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. उसके नीचे के पदों में लिखा है कि एक जन पाप करे तो हमारे लिए मध्यस्थी करने के लिए एक व्यक्ति पिता के पास है करके. ആമേൻ. പാപം എന്നാൽ എന്താണ്? ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. पाप का मतलब क्या है? ആമേൻ ആമേൻ. നന്നായി വലവീശി മീൻ പിടിക്കുവാൻ അറിയുന്ന ഒരു മീൻപിടുത്തക്കാരൻ അല്ലെങ്കിൽ ഒരു മുക്കുവൻ, अच्छे से मच्छी पकड़ने के लिए जिसे आता है ऐसा एक मछुआरा, ആമേൻ അദ്ദേഹം ആമേൻ നല്ല ഹല്ലേലൂയ നീട്ടി വലവീശി ആമേൻ തന്റെ വലയ്ക്കകത്ത് മത്സ്യങ്ങളെ ആക്കുന്നത് പോലെ वो अपना जाल फेंक कर अनेक मच्छियों को अपने जाल में पकड़ता है ऐसे. ആമേൻ ഹല്ലേലൂയ. സാത്താൻ ആമേൻ ആമേൻ ഹല്ലേലൂയ മനുഷ്യരെ തന്റെ പാപത്തിന്റെ വലയ്ക്കകത്താക്കുകയാണ്. ऐसे शैतान भी अपने पाप के जाल में मनुष्य को पकड़ के लेके आता है. മനുഷ്യനെ കൊടുക്കുന്ന സാത്താന്റെ വലയാണ് പാപം. ഹല്ലേലൂയ. और मनुष्य को जकड़ने वाला शैतान का जाल है पाप. ആമേൻ. ഒരിക്കൽ ഒരു മാതാവ് തന്റെ മകൻ പഠനത്തിനായി വിദൂരത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ തന്റെ മകന് ഒരു സമ്മാനം നൽകുവാൻ ഇടയായി തീർന്നു. एक माता ने अपना बेटा दूर जगह में पढ़ने जा रहा था तब उनको एक गिफ्ट दिया. ആമേൻ. ആ മാതാവ് ഒരു പുസ്തകമാണ് ആമേൻ ആ മകന് വേണ്ടി നൽകിയത്. ആമേൻ ആമേൻ. അന്നത്തെ കാലത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു പുസ്തകമായിരുന്നു അത്. കാരണം ഹല്ലേലൂയ ഈ പുസ്തകം ആമേൻ അച്ചടിക്കുവാനോ ഹല്ലേലൂയ വാങ്ങുവാനോ ഒക്കെ വളരെ ഹല്ലേലൂയ പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. उन्होंने उनके बेटे को एक बहुत कीमती एक पुस्तक दिया जो उस जमाने में खरीदने के लिए बहुत मुश्किल था और बहुत कीमत भी चुकाना पड़ता था. ആമേൻ. ആ പുസ്തകം തന്റെ പ്രിയ മകനെ സമ്മാനിച്ചിട്ട് ആ മാതാവ് ഇപ്രകാരം ആ മകനോട് പറയുവാനിടയായി തീർന്നു. और वो पुस्तक अपने बेटे को देने के बाद उन्होंने ऐसे कहा, ആമേൻ മോനെ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും. बेटा ये पुस्तक तू पढ़ना और ये तुझे पाप से अलग करके रखेगा. അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റും. नहीं तो पाप तुझे इस पुस्तक से अलग करेगा. ആമേൻ ആമേൻ. ഈ പുസ്തകവുമായി ഈ ആമേൻ മകൻ ഹല്ലേലൂയ തന്റെ പഠന സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. और ये बेटा ये पुस्तक लेकर अपने पढ़ाई के स्थान में गया. ആമേൻ. തന്റെ ഏകാന്തമായിരിക്കുന്ന നിമിഷങ്ങളിൽ ഈ ആമേൻ മകൻ ആ പുസ്തകം വായിക്കുവാൻ തുടങ്ങി. और उनके एकांत में वो बेटा ये पुस्तक उठा के पढ़ने लगा. ആമേൻ ആമേൻ. ഈ പിൻകാലത്ത് ആമേൻ ഇംഗ്ലണ്ടിലെ ആമേൻ ആമേൻ ഏറ്റവും വലിയ ആമേൻ ആമേൻ സുവിശേഷ ആമേൻ ആമേൻ ഹല്ലേലൂയ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മെത്തഡിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവദാസനായിരുന്നു ഈ മകൻ. और ये बेटा और कोई नहीं है हमारे क्रिस्तीय हालेलुया मत में
कलीसिया को स्थापना करने वाला, मेथोडिस्ट कलीसिया का स्थापना करने वाला जॉन वेस्ली था। ആമേൻ ആമേൻ പാപം ആമേൻ ഹല്ലേലൂയ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ താൻ പാപത്തിൽ നിന്ന് അകന്ന് ആമേൻ ആമേൻ ഒരു പറ്റം ജനതയെ ഒരു രാജ്യത്തെ തന്നെ സുവിശേഷത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. ये पुस्तक पढ़ते उन्होंने एक राज्य को, इंग्लैंड को पाप में से दूर करने के लिए प्रभु ने उन्हें सहायता किया. ആമേൻ അങ്ങനെയെങ്കിൽ ദൈവവചനവുമായി ബന്ധമുള്ള ഒരുവനെ പാപത്തിൽ നിന്ന് ആമേൻ മാറ്റി നിർത്തുവാൻ ആമേൻ അവനെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കഴിയും. अगर परमेश्वर के वचन के साथ हमारा अच्छा संबंध है तो वो हम वचन हमें पाप से अलग करके रखेगा. ആമേൻ ദൈവം തന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂത ആമേൻ സേവ ചെയ്യുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ ഒരുവനായിരുന്നു ആമേൻ ഹല്ലേലൂയ ലൂസിഫർ. और परमेश्वर ने सृष्टि किया वो एक दूत था लूसीफर, परमेश्वर की सेवा करने के लिए. ആമേൻ എന്നാൽ ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ ആമേൻ ദൈവത്തിനെതിരെ പാപം ചെയ്ത് ആമേൻ ദൈവ തേജസ് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. लेकिन इस लूसीफर ने परमेश्वर के विरोध में पाप करके उनका तेजस नष्ट हो गया. ആമേൻ അങ്ങനെ പാപം ചെയ്ത് ആമേൻ ആമേൻ ദൈവം വെട്ടി താഴെയിട്ട ആമേൻ ആമേൻ ലൂസിഫർ പിന്നീട് പിശാചായി മാറുവാനിടയായി തീർന്നു. और पाप करने के कारण उसे मार के नीचे गिरा दिया गया. उसके वजह से वो शैतान बन गया लूसीफर. ആമേൻ അങ്ങനെ പാപം ചെയ്ത് ആമേൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ പിശാച് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ആമേൻ ആമേൻ താൻ ചെയ്ത അതേ തെറ്റ് ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ऐसे पाप करके काट के गिराया गया लूसीफर आज मनुष्य को भी, वो जो गिर गया है तो उसी रीत से मनुष्य को भी गिराने के लिए आज कठिन प्रयत्न करते रहता है. ആമേൻ അങ്ങനെ പാപത്തിൽ നിന്ന് വീണുപോയ സാത്താൻ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ആദാമിനെയും ഹൗവയെയും കൊണ്ട് പാപം ചെയ്തിച്ച് ആമേൻ പാപം ലോകത്തിൽ ഉളവാകുവാനിടയായി തീർന്നു. ऐसे शैतान ने जो गिर गया था उसने आदम और हवा को भी गिरा कर उनसे भी पाप करवाया. അങ്ങനെ ദൈവത്തിന്റെ തേജസ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് നഷ്ടമായി പോയ ദൈവത്തിന്റെ പൂങ്കാവനമായ ഏദനിൽ നിന്ന് അന്യപ്പെട്ടുപോയ ആമേൻ ദൈവ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. ऐसे परमेश्वर का तेजस नष्ट हुआ और परमेश्वर का हालेलुया बनाए हुए अच्छे वाटिका में से ആമേൻ അങ്ങനെ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ പുത്രൻ പാപത്തിനടിമയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ऐसे परमेश्वर ने अपने एकलौते पुत्र को भेजकर इस पाप में से लोगों को मुक्ति दिलाया. ആമേൻ അതുകൊണ്ടാണ് ആമേൻ യോഹന്നാൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. इसलिए यूहन्ना कहता है कि परमेश्वर से जो उत्पन्न होता है वो कभी भी पाप नहीं करता. ആമേൻ നമ്മെ വിളിക്കുന്നത് ദൈവ മക്കൾ എന്നാണ്. ഹല്ലേലൂയ. हमें बुलाया जाता है परमेश्वर के लोग. ആമേൻ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ മക്കളെയാണ് ദൈവം ആമേൻ ഹല്ലേലൂയ സ്വന്തം മക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. और परमेश्वर के बच्चे कौन कहलाए जाते हैं? जो परमेश्वर यीशु के लहू से धुलाए गए लोगों को परमेश्वर का बच्चा कहलाए जाते हैं. ആമേൻ അതുകൊണ്ട് എബ്രായ ലേഖകൻ എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. इसलिए इब्रानियों की पत्री लिखने वाला लेखक ऐसे कहता है. 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു. സകലത്തിൽ ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നെന്നാണ് വചനം പറയുന്നത്. ആമേൻ. എബ്രായർ 2:10. क्योंकि दूसरा अध्याय इब्रानी दूसरा अध्याय 10वें वचन में लिखा है, क्योंकि जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाए तो उसके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करे.
ആമേൻ. യേശു നമ്മൾ ജനിപ്പിക്കുവാൻ വേണ്ടി അവൻ ഹല്ലേലൂയ ആമേൻ കാൽവറിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് ആമേൻ താൻ ജനിപ്പിച്ച മക്കളാണ് നാം. ഹല്ലേലൂയ. हालेलुया। यीशु हमें बचाने के लिए अपना खुद का शरीर कालवरी पर देकर उनका आखिरी बूंद लहू भी हमें देकर अपना बच्चा बनाया हमें। ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി ജനിച്ച നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്, നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില പാപങ്ങളാണ്. ऐसे हम परमेश्वर के बच्चे होकर जीते समय हमारे परमेश्वर का अनुग्रह हमारे ऊपर ना आने के लिए रुकावट बन के बैठी है पाप। ആമേൻ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കിയാൽ നമുക്ക് ചില പാപങ്ങളെ പറ്റി കാണുവാൻ കഴിയുന്നുണ്ട്. हम पवित्र बाइबल पढ़ते समय कुछ पापों के बारे में हम देख सकते हैं। ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. हम 90 भजन संगीता उसका 8वां वचन में ऐसे देखते हैं। ആമേൻ. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. हालेलुया। आपने हमारे अगृत्यों को और हमारे रहस्य पापों को आपके सामने रखा है करके 10वें वचन में लिखा है। അങ്ങനെയെങ്കിൽ രഹസ്യമായ ചില പാപങ്ങൾ ആമേൻ ഉണ്ടെന്നാണ് വചനം പറയുന്നത്. अब ऐसा है तो परमेश्वर का वचन हमें सिखाता है कि कुछ रहस्य पाप है हमारे जीवन में। ആമേൻ. എന്താണ് രഹസ്യ പാപം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ കാണാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാതെ നാം ചെയ്യുന്ന പാപങ്ങളെയാണ് രഹസ്യ പാപങ്ങൾ എന്ന് പറയുന്നത്. ये रहस्य पाप क्या है? ये पाप ऐसे है जो दूसरे लोग देख नहीं पाते हैं। ആമേൻ. ആമേൻ. നാം ജീവിക്കുമ്പോൾ നാം പലതും ചെയ്യുമ്പോൾ നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നമ്മളെ ആരും കാണുന്നില്ലെന്ന്. हमारे जीवन में हम ऐसे सोचते हैं कि हम कुछ बातें करते समय कोई भी हमें नहीं देखता। എന്നാൽ ദൈവത്തിന്റെ കണ്ണുകൾക്ക് ഒന്നും മറവായിട്ടില്ലെന്ന് ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. लेकिन परमेश्वर का वचन हमें सिखाता है कि परमेश्वर के लिए कुछ भी छुपा हुआ नहीं है। ആമേൻ. ദാവീദ് വനാന്തരങ്ങളിൽ തന്റെ അപ്പന്റെ ആടുകളുമായി ആമേൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ जब दाऊद घोर जंगल में अपने बाप के भेड़ों को लेके जाते समय ആമേൻ താൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദാവീദ് വിശ്വസ്തനായിരുന്നു. ആമേൻ. और दाऊद जहाँ था उस वन में वो बहुत परमेश्वर के सामने विश्वस्त होकर रहा। ആമേൻ. തന്നെ ഏൽപ്പിച്ച ജോലിയിൽ താൻ വിശ്വസ്തനായിരുന്നു. और उनको सौंपा हुआ काम में वो बहुत विश्वस्त होकर रहा। ആമേൻ. ഏൽപ്പിച്ച ജോലിയിൽ ദാവീദ് ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാൻ ഇടയായി തീർന്നു. और उसने अपना जिम्मेदारी बहुत अच्छी रीत से निभाया करके हम वचन में देख सकते हैं। ആമേൻ. തന്റെ അപ്പന്റെ ആടുകളെ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ അതിനെ ആമേൻ കൊന്നുകളഞ്ഞ് ആമേൻ തന്റെ ആടുകളെ സൂക്ഷിക്കുവാൻ ആമേൻ ദാവീദ് വിശ്വസ്തത കാണിക്കുവാൻ ഇടയായി തീർന്നു. जब जंगली जानवर उसके बाप के भेड़ों को खाने आते थे तो उनके मुंह में से हाथ में से इस भेड़ों को बचाकर विश्वस्त होकर उन्होंने अपना काम किया। ആമേൻ. ദാവീദിന് ഒരുപക്ഷെ ഹല്ലേലൂയ ആ ആടുകളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ തനിക്ക് നോക്കി നിൽക്കാമായിരുന്നു. ये जंगली जानवर जब इन भेड़ों को खाने के लिए आते समय वो देख के खड़ा रह सकता था। എന്നാൽ ദാവീദ് തന്റെ ജോലിയിൽ വിശ്വസ്തനായിരുന്നു. लेकिन दाऊद अपने काम में विश्वस्त होकर रहा। ആമേൻ. ഹല്ലേലൂയ. വന്യമൃഗങ്ങൾ തങ്ങളുടെ ആടിനെ ആക്രമിക്കുമ്പോൾ അതിനെ ഒരിക്കലും സിംഹം ഹല്ലേലൂയ തന്റെ ആടിനെ ആക്രമിച്ചപ്പോൾ അതിനെ വലിച്ചു കീറുവാൻ ഇടയായി തീർന്നു. കരടി ആക്രമിച്ചപ്പോൾ അതിനെ നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ തന്നെ ഏൽപ്പിച്ച മേഖലയിൽ ദാവീദ് വിശ്വസ്തനായിരിക്കുവാൻ ഇടയായി തീർന്നു. एक बार एक सिंह उसके भेड़ को खाने आया तो उसने फाड़ डाला। एक बार भालू आया तो उसको भी उसने वहां से नाश करके अपने भेड़ को बचा लिया। തന്നെ ആരും കാണുവാനില്ലാത്ത സാഹചര്യങ്ങളിൽ തന്നെ ആരും നോക്കുവാനില്ലാത്ത സാഹചര്യങ്ങളിൽ ദാവീദ് വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് പിന്നത്തേതിൽ ദാവീദിനെ ദൈവം മാനിക്കുവാനിടയായി തീർന്നത്. परमेश्वर ने दाऊद को जहाँ रखा था वहां पर वो विश्वस्त होकर रहा, इसलिए परमेश्वर ने दाऊद को बाद में आशीषित किया।
ആമേൻ ഒരു ഐസ് കട്ട വെള്ളത്തിൽ കിടക്കുമ്പോൾ ആമേൻ അതിന്റെ ഹല്ലേലൂയ മണ്ടഭാഗം മാത്രമേ, അതിന്റെ 10% മാത്രമേ മുകളിൽ പൊങ്ങിക്കിടക്കുള്ളൂ. ബാക്കി മുഴുവൻ വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. हालेलुया। एक आइस पानी में रहते समय उसका 10% ही पानी के ऊपर दिखाई देगा, बाकी पूरा डूब के रहता है। ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിന്റെ അടിവശം വെളിയിൽ കിടക്കുന്ന, താഴ്വശത്ത് കിടക്കുന്നത് പോലെ हालेलुया, उसका नीचे भाग पानी के अंदर डूबा हुआ रहता है ऐसे। ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ നമ്മുടെ നല്ല വശം മാത്രമേ കാണത്തുള്ളൂ. നല്ല കൂടുതൽ ഭാഗം ആമേൻ ഹല്ലേലൂയ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ऐसा है तो हमारा जिंदगी का केवल अच्छा भाग ऊपर दिखाई देता है, लेकिन बाकी का भाग नीचे दबा हुआ रहता है। ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ രഹസ്യ മണ്ഡലങ്ങളിൽ നാം വിശ്വസ്തരായിരുന്നാലേ ദൈവം നമ്മെ പരസ്യമായി മാനിക്കുവാൻ ഇടയായി തീരത്തുള്ളൂ. अगर हमारे रहस्य जीवन सही रहेगा तो ही हमारे परिस्य जीवन में परमेश्वर का आशीष होगा। ആമേൻ. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്നത്, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ രഹസ്യ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. हालेलुया। इसलिए दानियेल के पुस्तक में लिखा है कि रहस्य पापों को प्रकट करने वाला एक परमेश्वर स्वर्ग में है। ആമേൻ. നമ്മളെ ആരും കാണാനില്ലാത്ത സ്ഥലങ്ങളിലും, जहाँ पर हमें कोई भी देखने के लिए नहीं है, ആമേൻ ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ലാത്ത സ്ഥലങ്ങളിലും, जहाँ हमें कोई भी रास्ता दिखाने के लिए ना हो, ആമേൻ ജോലിയിലായിരിക്കട്ടെ, ആമേൻ മറ്റു മേഖലകളായിരിക്കട്ടെ, സ്കൂളിലായിരിക്കട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മളെ മറ്റാരും കാണാനില്ലാത്ത മേഖലകളിൽ നാം വിശ്വസ്തരായിരുന്നാൽ പരസ്യമായി നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. हम स्कूल में हो, हम ऑफिस में हो, या नौकरी करने वाले कोई भी स्थान में हो, जहाँ पे भी हो हम विश्वस्त होकर रहे तो हमें देखने वाला एक परमेश्वर है, वो हमें आशीषित करेगा। ആമേൻ. രണ്ടാമത്തെ പാപമാണ് സ്വമേധ പാപം. ഹല്ലേലൂയ. हालेलुया। दूसरा पाप है खुद करने वाला पाप। ആമേൻ. 19-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യത്തിൽ നാം അത് കാണുവാൻ സാധിക്കുന്നു. हम उसको 19वां भजन संहिता दूसरे वचन में हम देख सकते हैं। 12-ാം വാക്യത്തിൽ. ഹല്ലേലൂയ. 12वां वचन, 19वां भजन संहिता 12वां वचन। ആമേൻ. സ്വമേധ പാപങ്ങൾ. ഹല്ലേലൂയ. हालेलुया। अपनी भूल चूक। ആമേൻ. ആമേൻ. അതിവേഗത്തിൽ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു കാറ്, अति तेजी से रोड पे से जाने वाला एक कार, ആമേൻ അത് ഓടിക്കുന്ന ഡ്രൈവറിന് അറിയാം, ആമേൻ ഹല്ലേലൂയ, ആ വണ്ടി ആമേൻ 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 നിയമം തെറ്റിച്ച് മുമ്പോട്ട് പോയാൽ അപകടത്തിൽപ്പെടുമെന്ന്. और वो चलाने वाला उसका ड्राइवर जानता है कि मैं नियमों का उल्लंघन करूंगा तो जरूर एक खतरा उत्पन्न हो सकता है। ആമേൻ. എതിരെ വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കാതെ ഓവർടേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്ന അത് ഓടിക്കുന്ന ഡ്രൈവർക്ക് അറിയാം. वो ड्राइवर अच्छे से जानता है कि मेरे सामने से आने वाले गाड़ी को ध्यान ना देते हुए मैं ओवरटेक करूंगा तो जरूर मुझे एक्सीडेंट होगा करके उसे पता है। ആമേൻ. ഇത് അറിഞ്ഞിട്ടും ആമേൻ ഹല്ലേലൂയ എതിരെ വണ്ടി വരുമ്പോൾ അതിനെ വകവെക്കാതെ, അതിനെ ശ്രദ്ധിക്കാതെ നേരെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന വാഹനം അപകടത്തിൽ ആമേൻ പെടുവാനിടയായി തീരും. उसी रीत से आगे सामने से आने वाले गाड़ी को ध्यान ना देते हुए ओवरटेक करके जाने वाला गाड़ी जरूर वो एक दुर्घटना में पड़ जाएगा। ആമേൻ. ഇതുപോലെയാണ് സ്വമേധ പാപങ്ങൾ, ബോധപൂർവം ചെയ്യുന്ന പാപങ്ങൾ. പാപം ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആമേൻ അതിനെ വകവെക്കാതെ, അതിനെ ഹല്ലേലൂയ ഉള്ളിൽ മനസാക്ഷി കുത്തു നൽകുമ്പോഴും അയ്യോ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിചാരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആമേൻ അപകടത്തിൽ പെടുവാനിടയായി തീരും. उसी रीत से है हमारा ये गुप्त पाप है करके जानकारी होने पर भी उसे बिल्कुल भी ध्यान ना देते हुए परमेश्वर का आत्मा हमें बार बार चिताते समय भी ध्यान ना देते हुए आगे जाने वाला उस कार ड्राइवर के समान है। अधिक दूरी जाने से पहले वो एक खतरे में पड़ जाएगा। ആമേൻ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് തിരിച്ചറിയാമായിരുന്നു ഞാൻ ചെയ്യാൻ പോകുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം അതിനെ ചെയ്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളുടെ നിത്യത നഷ്ടമായി തീരുവാൻ ഇടയായി തീരും.
हमारे जीवन में अनेक घटना ऐसे हुई है जहाँ हमको मालूम था कि मैं जो करने जा रहा हूँ वो पाप है, लेकिन फिर भी उसे बिल्कुल ध्यान न रखते हुए उसे किए हुए अगर कोई भी मेरा वचन सुन रहे हो तो हमारा अनंत काल का जीवन उसके द्वारा नष्ट हो सकता है। ആമേൻ ഹല്ലേലൂയ. മരണകരമായ ആമേൻ അവസ്ഥയിലൂടെ നാം കടന്നു പോകേണ്ടതായി വരും. हमें मृत्यु को मुंह के सामने देखने जैसे अवस्थाओं में से भी हमें गुजरना पड़ेगा। ആമേൻ മറ്റൊരു പാപമാണ് മറഞ്ഞിരിക്കുന്ന പാപം. ഹല്ലേലൂയ. और दूसरा एक पाप है गुप्त रहने वाली पाप। ആമേൻ സങ്കീർത്തനം 19 സങ്കീർത്തനം അതിന്റെ 12 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. और 19 भजन संहिता 12वां वचन में हम देख सकते हैं। ആമേൻ നാം ഇരുട്ടിൽ നിൽക്കുമ്പോൾ ആമേൻ നമ്മുടെ വസ്ത്രത്തിൽ കറ പിടിച്ചു കഴിഞ്ഞാൽ ആമേൻ നാം ഹല്ലേലൂയ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ നാം ചെളി പിടിച്ച വസ്ത്രമായി നിന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ തിരിച്ചറിയത്തില്ല. एक अंधकार भरी जगह में हमारे कपड़ों पे अगर कलंक है तो किसी को दिखाई नहीं देता है। ആമേൻ എന്നാൽ നാം വെളിച്ചത്തിലേക്ക് ആമേൻ അതേ വസ്ത്രവുമായി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലെ കറ മറ്റുള്ളവർ കാണുവാൻ ഇടയായി തീരും. लेकिन वही कपड़ा पहनकर हम अंधकार में से प्रकाश में आते समय दूसरे लोग हमारे वस्त्र के ऊपर का कलंक अच्छे से देख सकते हैं। ആമേൻ നാം പാപത്തിൽ ജീവിക്കുമ്പോൾ ആമേൻ ദൈവ തേജസ് ഇല്ലാതെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. जब हम पाप में जीते हैं तब हम अंधकार में जी रहे हैं, तब हमारे जीवन में लगे हुए कलंकों को हम नहीं देख पाते हैं। ആമേൻ ഇത്തരം പാപങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയുവാൻ കഴിയാതിരിക്കും. और ये से पाप हम बिल्कुल स्वयं से हमको बिल्कुल भी पता नहीं चलता। എന്നാൽ ഇരുട്ടിൽ നിന്ന് ഒരുവൻ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അവന്റെ വസ്ത്രത്തിലെ കറ, അവന്റെ വസ്ത്രത്തിലെ ആമേൻ ചുളിവുകൾ, അവന്റെ വസ്ത്രത്തിലെ മാലിന്യം തിരിച്ചറിയുന്നത് പോലെ पर वो जब प्रकाश में आता है तब उसके वस्त्र में लगा हुआ दाग, धब्बे और हालेलुया झुर्रियां सब कुछ सबको प्रकट हो जाता है। പാപത്തിലിരിക്കുന്ന ഒരുവൻ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നീതി സൂര്യന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നാം അറിയാതിരിക്കുന്ന ചില പാപങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ऐसे पाप में रहने वाला एक व्यक्ति पूरे प्रकाश में रहने वाले यीशु के पास आते समय गुप्त होकर बैठे हुए सारे पाप प्रकट होने शुरू हो जाएंगे। ആമേൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവവചനം ധ്യാനിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ऐसा एक व्यक्ति परमेश्वर का वचन मनन करते समय उसके जो गुप्त पाप है सब एक एक करके प्रकट होने लगेंगे। അങ്ങനെയുള്ള വ്യക്തി ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ऐसा व्यक्ति प्रार्थना करते समय उसके गुप्त पाप सब प्रकट होने लगेंगे। ആമേൻ ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളെ നാം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നീതി സൂര്യനായ ക്രിസ്തുവിലേക്ക് ആമേൻ അടുത്തു വരുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. हालेलुया। अगर हमारे छुपे हुए गुप्त पापों को हमें जानना है तो हमें प्रकाशमान करने वाले यीशु के पास हम आना है। ആമേൻ പത്രോസ് ആമേൻ മിടുക്കനായ മുക്കുവനായിരുന്നു, മീൻ പിടിക്കുവാൻ സമർത്ഥനായ വ്യക്തിയായിരുന്നു. पतरस बहुत मच्छी पकड़ने में बहुत एक्सपर्ट था। ആമേൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു. हम यूहन्ना के समाचार में देख सकते हैं। ആമേൻ ഹല്ലേലൂയ. രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ ഒന്നും കിട്ടിയില്ല. ആമേൻ. रात भर पतरस ने बहुत मेहनत किया लेकिन उससे कुछ भी नहीं मिला। കർത്താവായ യേശു ആമേൻ പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ആമേൻ എന്തെങ്കിലും ഉണ്ടോ, കൂട്ടുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. तब यीशु मसीह पतरस के पास आके पूछता है, तुम हमको खाने के लिए कुछ है क्या? ആമേൻ ആമേൻ പത്രോസ് പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ മുഴുവൻ അധ്വാനിച്ചു, ആമേൻ ഞാൻ മുഴുവൻ കഷ്ടപ്പെട്ടു, എന്റെ വല ശൂന്യമാണെന്ന് പത്രോസ് പറയുവാനിടയായി തീർന്നു. लेकिन तभी पतरस ने कहा कि मेरा जाल खाली है। ആമേൻ ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഞാൻ പറയുന്നിടത്ത് വലത്തേക്ക് മാറ്റി ആമേൻ വലയെറിയുക എന്ന് പറഞ്ഞപ്പോ പത്രോസിന്റെ ഹല്ലേലൂയ വല ആമേൻ പടക് നിറയുവാൻ ഇടയായി തീർന്നു. पर यीशु मसीह ने उससे कहा कि मैं जहाँ कहता हूँ वहां तू अपना जाल फेंक। तब उसका जाल भरकर मच्छियों से भर गया।
ആമേൻ. അതുവരെയും സ്വന്തം കഴിവിൽ പ്രശംസിച്ചിരുന്ന പത്രോസ് ആമേൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിട്ട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ആമേൻ ഹല്ലേലൂയ. ആമേൻ നീതി സൂര്യനായ യേശുവിന്റെ ആമേൻ ഹല്ലേലൂയ സാന്നിധ്യത്തിലേക്ക് പത്രോസ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ പത്രോസിന്റെ പാപം ആമേൻ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. हालेलुया। जब नाव में मच्छी भर गया तब एकदम से नीति सूर्य होकर प्रकाशमान यीशु के पास पतरस खड़ा, तब उसे पता चला कि मैंने पाप किया, मैं पापी मनुष्य करके वो नाव में से पानी में कूद गया। യേശുവിന്റെ അടുക്കൽ വരുന്നത് വരെ പത്രോസിന് തന്റെ പാപത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. यीशु मसीह के पास आने तक पतरस को अपना पाप पता नहीं चला। ആമേൻ. യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നത് വരെ നമുക്ക് നമ്മുടെ പാപങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതിരിക്കും. ഹല്ലേലൂയ. हम जब तक यीशु मसीह के पास नहीं आएंगे तब तक हमें अपना पाप समझ में नहीं आएगा। യേശുവിൽ നിന്ന് അകന്നകന്നു പോകും തോറും നമ്മുടെ പാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. हम यीशु मसीह से जैसे दूर दूर जाते रहेंगे हमारा पाप भी दिन भर दिन बढ़ते रहेगा। ഹല്ലേലൂയ. സക്കായി ആമേൻ ഹല്ലേലൂയ പാപ ചുങ്കക്കാരനായിരുന്നു. അവന്റെ പാപം അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം യേശുവിന്റെ കൂടൊന്ന് വസിച്ചതേ ഉള്ളൂ, യേശുവിനൊപ്പം ഒന്ന് ഇരുന്നതേ ഉള്ളൂ. അവൻ പറയുകയാണ്, ഞാൻ അന്യായമായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആമേൻ മടങ്ങുകൾ തിരിച്ചു നൽകുവാൻ ഞാൻ തയ്യാറാണെന്ന് ആമേൻ സക്കായി പറയുവാൻ ഇടയായി തീർന്നു. हालेलुया। सकाई चुंगी लेने वाला था और वो काम में वो विश्वस्त होकर रहते समय उसके पाप को उसको अपना पाप बिल्कुल भी दिखाई नहीं दिया। लेकिन एक दिन यीशु के साथ वास किया तब उसका पाप उसे नजर आने लगा और उसने कहा, मैंने अन्याय से कुछ भी लिया है तो मैं उसे दुगुना होकर वापस लौटाने के लिए तैयार होकर के। ആമേൻ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആമേൻ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ നിന്ന് അകന്നകന്നു പോയി നമ്മുടെ രഹസ്യ പാപങ്ങളെ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ കാണുവാൻ കഴിയാതെ ദൈവ തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയെങ്കിൽ നീതി സൂര്യനായ യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. आज इस सुबह के समय में आप में से कोई भी इस यीशु के पास से आप बहुत दूर चले गए हो तो हालेलुया इस यीशु के पास आकर जो नीति का सूरज है उनके प्रकाश में आकर अपने पापों में से मुक्ति प्राप्त कर कर जीने के लिए मैं आपको अगुवाई देता हूँ। ആമേൻ. അടുത്ത പാപമാണ് ഹല്ലേലൂയ മരണകരമായ പാപം. ഹല്ലേലൂയ. और अगला पाप है मृत्यु लाने वाला पाप। ആമേൻ. യൂദായുടെ ജീവിതത്തിൽ ആമേൻ സംഭവിച്ചത് മരണകരമായ പാപമായിരുന്നു. हम यूदा के जीवन में देख सकते हैं कि ये मृत्यु लाने वाला पाप उसके अंदर प्रवेश हो गया। ആമേൻ. എന്തു വില നൽകിയും നാം ഹല്ലേലൂയ ഒഴിവാക്കേണ്ട പാപമാണ് മരണകരമായ പാപം. कितना भी कीमत क्यों ना चुकाना पड़े, ये इस रीत के पाप में से हमें दूर रहना चाहिए। ആമേൻ. പാപമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ അത് ചെയ്യുന്നതാണ് മരണകരമായ പാപം എന്ന് പറയുന്നത്. पाप है करके पता है फिर भी हम करते हैं तो वो हमें मृत्यु ले आता है करके हम उसको मृत्यु लाने वाला पाप कह सकते हैं। ആമേൻ. ആമേൻ. യേശുവിനെ ചുംബിച്ചുകൊണ്ട് ആമേൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ കർത്താവായ യേശു ചോദിക്കുകയാണ്, യൂദായെ നീ എന്നെ ചുംബനം കൊണ്ടോ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവന് മടങ്ങി വരുവാൻ കർത്താവ് അവസരം കൊടുത്തിട്ടും ആമേൻ പാപം ചെയ്ത് ആമേൻ ദൈവത്തിൽ നിന്ന് യൂദാ അകന്നു പോകുവാൻ ഇടയായി തീർന്നു. हालेलुया। यीशु मसीह को चुम्बन देने के लिए आते समय यीशु ने पूछा, तू चुम्बन देकर ये काम कर रहा है करके पूछने पर उसको अवसर था मन फिराने के लिए, लेकिन फिर भी वो पाप वो मृत्यु लाने वाला वो पाप से वो बिल्कुल भी पीछे नहीं हटा। ആമേൻ. ആമേൻ. ചില നാളുകൾ യേശുവിന്റെ കൂടെ നടന്നവനായിരുന്നു യൂദാ. യേശു ആരാണെന്നറിയാം, യേശു എന്താണെന്നറിയാം. ദൈവത്തിന്റെ കൂടെ നടന്ന് അവനിൽ ഒരുവരായി മാറ്റപ്പെട്ട യൂദാ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നു. कई सालों तक यीशु के साथ चला था यूदा, यीशु कौन है, क्या करता है करके सब कुछ उससे मालूम होने पर भी वो एक चुम्बन देकर उसने यीशु को हालेलुया वो मृत्यु लाने वाला पाप स्वीकार कर लिया। ആമേൻ. മടങ്ങി വരുവാൻ അവസരമുണ്ടായിട്ടും അതിന് ആമേൻ താല്പര്യപ്പെടാതെ ആമേൻ പാപത്തിലേക്ക് കടന്നുപോയി യൂദാ കെട്ടിഞ്ഞാന്ന് ചാകുവാനിടയായി തീർന്നു.
हालेलुया। पाप में से मन फिराने के लिए अवसर होने पर भी मन ना फिराते हुए जाके लटक के वो मर गया। ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായി നാം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. हालेलुया। इसलिए परमेश्वर का वचन कहता है कि सत्य का सारा प्रकाश हमें मिलने के बाद हालेलुया जानबूझ के हम पाप करेंगे तो और कोई बलि बचा नहीं है। ആമേൻ. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന തിരിച്ചറിവ് അകത്ത് കടന്നു വന്ന ഒരു ഭക്തൻ ആമേൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ആമേൻ അത് മരണകരമായ പാപമാണ്. हालेलुया। यीशु मसीह मेरे पापों के लिए मरा करके एक सोच अंदर है ऐसा एक भक्त व्यक्ति फिर भी वो पाप करेगा तो हालेलुया उसको मृत्यु में वो ले जाएगा। ആമേൻ. ഇനി മടങ്ങി വരുവാൻ അവന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. फिर उसको मन फिराकर वापस आने के लिए और कोई भी बलि बचा नहीं है। ആമേൻ. അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. हालेलुया। और वो परमेश्वर को निंदा करने के तुल्य है। ആമേൻ. മറ്റൊരു പാപം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് ആമേൻ പാപമാണെന്ന് വചനം പറയുന്നു. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അത് പാപമാണെന്നാണ് വചനം പറയുന്നത്. दूसरा एक पाप है, हमें जो करना है वो हम नहीं करते समय वो एक पाप है। ആമേൻ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് പറയുന്നു. हालेलुया। इसलिए याकूब की पत्री में लिखा है कि हमें अच्छाई करना आता है, पता है, लेकिन फिर भी हम नहीं करते तो वो पाप है। ആമേൻ. ദൈവം തന്റെ പുത്രന്മാരായി ആമേൻ തിരഞ്ഞെടുത്ത നാം ഹല്ലേലൂയ അവനെ ആരാധിക്കാതിരിക്കുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുന്നത്, വചനം ധ്യാനിക്കാതിരിക്കുന്നതൊക്കെയും ആമേൻ പാപമാണെന്ന് വിശുദ്ധ വചനം പറയുന്നത്. ഹല്ലേലൂയ. हालेलुया। हम परमेश्वर के बच्चे होने के बावजूद हम प्रार्थना ना करते हुए और वचन ना पढ़ते हुए, मनन ना करते हुए ऐसे हम जीते हैं तो, आराधना ना करते हुए हम जीते हैं तो वो हमारे जीवन का सबसे बड़ा पाप है करके यहाँ पे वचन हमें सिखाता है। ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കാതെ സമയമുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും ഈ വചനം ഒന്നെടുത്തൊന്ന് ധ്യാനിക്കാത്തവൻ പാപിയാണെന്ന് ആമേൻ വചനം പറയുന്നു. ഹല്ലേലൂയ. समय होने पर भी वचन उठाकर ना पढ़कर उसे मनन ना करने वाला पापी है करके परमेश्वर का वचन हमें सिखाता है। ആമേൻ. സാഹചര്യമുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും ആമേൻ പ്രാർത്ഥിക്കാത്തവൻ പാപിയാണെന്നാണ് വചനം പറയുന്നത്. मौका होने पर, समय होने पर हम प्रार्थना ना करें तो वो पाप है करके परमेश्वर का वचन हमें सिखाता है। വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്താലും അതും പാപമാണെന്നാണ് വചനം പറയുന്നത്. और जो नहीं करना चाहिए ऐसे काम हम करते हैं तो वो भी पाप है करके परमेश्वर का वचन हमें सिखाता है। നമുക്ക് കാണാം പുറപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവമായ കർത്താവ് മോശ മുഖാന്തരം 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുവാനിടയായി തീർന്നു. हम निर्गमन के पुस्तक में जानते हैं कि परमेश्वर ने मूसा को कल्पनाएं दी। ആമേൻ. അവിടെ പല അരുതുകളെയും കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുതെന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന ആമേൻ बहुत सारी बातें ऐसे लिखी गई है जहाँ पे ऐसे मत करो, ऐसा मत करो, ऐसा मत करो करके लिखा हुआ है। ഇല്ല, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആമേൻ അത് പാപമാണെന്നാണ് വചനത്തിൽ പറയുവാനിടയായിത്തീരുന്നു. हालेलुया। परमेश्वर ने नहीं करने का करके कहा हुआ बातें हम करते समय वो पाप है करके हम देख सकते हैं। അടുത്തതായി കാണുന്ന പാപം ക്ഷമിക്കപ്പെടാത്ത പാപം. हालेलुया। अगला हम देखने वाला पाप है क्षमा नहीं मिलने वाला पाप। ആമേൻ. ഹല്ലേലൂയ. യേശുവെന്ന അംഗീകരിക്കാത്തത്, ശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം, ഇവയൊക്കെ ഹല്ലേലൂയ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുടെ പട്ടികയിലാണ്. ഹല്ലേലൂയ. हालेलुया। यीशु मसीह परमेश्वर है करके स्वीकार ना करना और पवित्र आत्मा को दुखी करना, ये सब क्षमा नहीं मिलने वाला पाप है।
ആമേൻ ഹല്ലേലൂയ. പല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ആമേൻ ജലത്തിൽ അവനെ സാക്ഷിച്ച് അവന്റെ സ്വന്തം പൈതലായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങൾ ലഭിച്ചിട്ടും അതിന് തുനിയാതെ നിൽക്കുന്ന വ്യക്തിയെ നീ പാപി എന്നാണ് വചനം നിന്നോട് പറയുന്നത്. हालेलुया, यीशु मसीह मेरा रक्षा करता है करके स्वीकार करने के लिए और बपतिस्मा लेने के लिए अनेक मौका मिलने पर भी वो ना करने वाला व्यक्ति पापी है कर परमेश्वर का वचन हमें सिखाता है. ആമേൻ ആമേൻ. നാളുകളായി പല പല അവസരങ്ങൾ ലഭിച്ചിട്ടും ഇന്നും ആമേൻ ആമേൻ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയുവാൻ കഴിയുന്നില്ലെങ്കിൽ ആമേൻ 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 നിന്നെ കുറിച്ച് ദൈവം പറയുന്നത് പാപി എന്നാണ്. ഹല്ലേലൂയ. हालेलुया, अभिषेक प्राप्त करने के अनेक मौके तुम्हारे जीवन में आने पर भी आज तक अगर अभिषेक प्राप्त नहीं किया तो परमेश्वर का वचन कहता है कि तू पापी है. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നിന്റെ അകത്തില്ലെങ്കിൽ നീ എങ്ങനെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധമുള്ളവനായി തീരും? हालेलुया, अगर परमेश्वर का आत्मा तेरे अंदर नहीं है तो तुझे कैसे पाप के बारे में, धार्मिकता के बारे में और अनंत न्याय के बारे में कैसे पता चलेगा? ആത്മാവ് അകത്തുള്ളവനെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ. जिसके अंदर आत्मा है उसे ही आत्मा के फल प्रकट कर सकते हैं. ആമേൻ ആമേൻ. ആത്മാവ് എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് നമ്മെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ആമേൻ ഒരു കവചമാണ്. हालेलुया, आत्मा जो है, पवित्र आत्मा जो है, हमें पाप में से एक कवच के समान हमें छुपाने वाला एक वस्तु है. ആമേൻ ഹല്ലേലൂയ. അഭിഷേകം നിറയുന്ന ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആമേൻ ഹല്ലേലൂയ ദൈവവുമായ ഒരു ബന്ധമുള്ളവനായിരിക്കും. हालेलुया, अभिषेक वाला व्यक्ति, परमेश्वर को आत्मा में आराधना करने वाला व्यक्ति, उसको हमेशा परमेश्वर के साथ एक गहरा संबंध रहेगा. ആമേൻ. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത വ്യക്തി ആമേൻ ദൈവവുമായി അകന്നകന്ന് മാറിക്കൊണ്ടിരിക്കുന്നവനാണ്. लेकिन ये जो नहीं है, ऐसा एक व्यक्ति परमेश्वर से दूर जाने वाला एक व्यक्ति है. ആമേൻ. സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ പാപം ചെയ്യുവാൻ ഇടയായി തീരും. उसके जीवन में ऐसे अवस्थाएं आते समय वो पाप करेगा. ആമേൻ ഹല്ലേലൂയ. ശുദ്ധ വേദ പുസ്തകത്തിൽ പാപത്തിൽ നിന്ന് അകന്ന ചില വ്യക്തികളെ ഞാൻ ഹല്ലേലൂയ ആമേൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. आज पवित्र शास्त्र में से कुछ पाप से अलग रहने वाले लोगों को मैं आपके सामने दिखाना चाहता हूँ. സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ആമേൻ പാപം ചെയ്യാതെ ദൈവത്തിന്റെ മുമ്പാകെ നീതിയായി നടന്നൊരു വ്യക്തിയായിരുന്നു യോസേഫ്. हालेलुया, पाप करने के सारे अवसर थे लेकिन फिर भी उस पाप में ना गिरते हुए परमेश्वर के साथ, नीति के साथ जिया हुआ एक व्यक्ति है योसेफ. ആമേൻ. തന്റെ മാതാപിതാക്കൾ തന്നെ കാണുവാനില്ലായിരുന്നു. उसके माता पिता उसको देखने के लिए नहीं थे. ആമേൻ. തന്റെ സഹോദരങ്ങൾ തന്നെ കാണുവാനില്ലായിരുന്നു. उसके भाई बहन उसे देखने के लिए नहीं थे. ആമേൻ ആമേൻ. ആരും തന്നോടൊപ്പം ആമേൻ ഹല്ലേലൂയ ഇല്ലായിരുന്ന ആ സാഹചര്യങ്ങളിൽ പാപം യോസേഫിനെ മാടി വിളിച്ചപ്പോൾ ആമേൻ അതിനെ വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഓടി മാറുവാനിടയായി തീർന്നു. हालेलुया, कोई भी उसे देखने नहीं था तो भी पाप जब उसके पास आया तब उसने पाप को अपने वस्त्र के समान उतार के फेंक के वो भाग गया. ആമേൻ. യോസേഫ് തന്നെത്താൻ സൂക്ഷിക്കുവാനിടയായി തീർന്നു. യോസേഫ് ने अपने आप को संभाला. ആമേൻ. നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, हमारे बारे में परमेश्वर को एक योजना है तो നാം വിശ്വസ്തരായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ, अगर हम विश्वस्त होकर परमेश्वर के सम्मुख रहते हो तो ആമേൻ നാം പാപം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ, अगर आप और मैं पाप करे बिना अपने आप को संभालते हो तो ആമേൻ ആരെല്ലാം നമുക്കെതിരായി തീർന്നാലും, जो कोई भी हमारे विरोध में आए, ആമേൻ ഏതെല്ലാം സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി മാറ്റപ്പെട്ടാലും, कोई भी घटनाएं हमारे विरोध में खड़े हो जाए, പൊട്ടക്കിണറിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, हालेलुया, एक खड्डे का अवस्था हमारे जीवन में भी आ जाए तो ആമേൻ കാരാഗ്രഹത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, एक बंदी गृह का अवस्था भी हमारे जीवन में आए तो
പാപത്തിൽ നിന്ന് നമ്മളെ സ്വയം സൂക്ഷിക്കുന്ന ഒരുവനാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ കൊട്ടാരങ്ങളിൽ എത്തിച്ച് നമ്മളെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. हालेलुया, पाप में से अपने आप को सुरक्षित रखने वाला एक व्यक्ति है, तो हमें राजमहलों में पहुंचाने वाला परमेश्वर है हमारा परमेश्वर. നമ്മെ കുറിച്ചുള്ള ആമേൻ ദൈവിക പദ്ധതി, നമ്മെ കുറിച്ചുള്ള ദൈവിക ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ലക്ഷ്യത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ പാപം ചെയ്ത് പിന്മാറിപ്പോയാൽ അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. हमें परमेश्वर ने रखा हुआ योजना के विरोध में हम पाप करके चलते समय उस योजना तक हम नहीं पहुंच पाएंगे. ആമേ യോസഫ് ആമേൻ ഹല്ലേലൂയ തന്റെ സ്വപ്നങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി അവനാക്കി വെച്ച സ്ഥാനങ്ങളിൽ വിശ്വസ്തനായിരുന്നു. यूसुफ के जीवन में परमेश्वर ने उसे दिए हुए सपने सफल होने के लिए उसने अपने आप को पाप से दूर रखा करके हम देख सकते हैं. ആമേൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ചെറിയൊരു ജോലിയിലായിരിക്കാം. परमेश्वर ने शायद हमें एक छोटे से नौकरी में रखा होगा. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് പഠനത്തിൽ വിശ്വസ്തരായിരിക്കാനായിരിക്കാം. शायद हमें पढ़ने में विश्वस्त होकर रहने के लिए हमें प्रभु ने रखा होगा. ആമേൻ ദൈവ വേലയിലായിരിക്കാം. शायद परमेश्वर के सेवकाई में हमें विश्वस्त होकर रहने के लिए रखा होगा. ഏത് മണ്ഡലത്തിലായിക്കോട്ടെ कोई भी जगह पे क्यों ना हो, ആമേൻ നാം വിശ്വസ്തരാണെങ്കിൽ अगर हम विश्वास योग्यता के साथ जीते हो तो ആമേൻ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയാലും कोई भी हमें ध्यान नहीं देता करके हमें लगे तो भी ആമേൻ ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ആരും തിരിച്ചറിയത്തില്ലെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും हालेलुया, मैं ये करने पर कोई भी मुझे नहीं देखेगा ऐसे मेरे अंदर लगता है तो भी ആമേൻ വാഗ്ദത്തം പ്രാപിച്ചവൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനിടയായി തീരും. हालेलुया, लेकिन आपके जीवन में परमेश्वर ने एक वायदा दिया है तो आप पाप से अपने आप को दूर रखेंगे. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർ പലതും ചെയ്തത് നമുക്ക് കണ്ടെന്ന് ഹല്ലേലൂയ നമുക്കും ഇത് ചെയ്താലോ തോന്നാം. हमारे साथ वाले अनेक लोग ये सारे पाप करते होंगे, हम भी कर सकते हैं करके ऐसे एक सोच हमारे अंदर आएगा. ആമേൻ നമ്മൾ ഹല്ലേലൂയ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ അതേ സാലറി മേടിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ എല്ലാ സൗകര്യങ്ങളോട് ജീവിക്കുമ്പോൾ ആമേൻ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത തോന്നിയേക്കാം, ഞാനും ഒരു അല്പം പൈസയൊക്കെ ഉണ്ടാക്കുവാൻ എന്തെങ്കിലും മാർഗം ചെയ്താലോ എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിയേക്കാം. हालेलुया, हमारे साथ नौकरी करने वाले, हमारे सेम सैलरी लेने वाले लोगों के जीवन में वो लोग अच्छे रीत से जीते समय क्यों ना मैं भी ये लोग जो करते हैं ऐसा करूं करके एक सोच आ सकता है. ആമേൻ കൃപ പ്രാപിച്ച ദൈവ പൈതലിന് ആമേൻ ഹല്ലേലൂയ 1 രൂപയെ ലഭിക്കുന്നുള്ളെങ്കിലും വിശ്വസ്തയോടെ നിന്നു കഴിഞ്ഞാൽ ആമേൻ ഇന്നല്ലെങ്കിൽ നാളെ തലമുറകളെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. लेकिन कृपा प्राप्त किए हुए मैं और आप अपने आप को संभालते हुए आपको 1 ही रुपया मिलता होगा तो भी उसमें विश्वस्त होकर तृप्त होकर आप जीते हो तो हमें मान्यता देने वाला एक परमेश्वर है करके आज सुबह मैं आपसे बताना चाहता हूँ. നമ്മെ കണ്ടാൽ വലിയ സൗന്ദര്യമൊന്നുമില്ലാതെ വയലിൽ നിന്ന് കയറി വരുന്ന മുഷിഞ്ഞ വേഷധാരിയായ ആമേ കുറേനക്കാരനായ ശീമോൻ ആമേൻ യേശുവിന്റെ ക്രൂശ് ഒന്ന് താങ്ങുവാൻ ആമേൻ അവന്റെ യേശുവിന്റെ ക്രൂശിന്റെ ചുവടൊന്ന് താങ്ങിയതേ ഉള്ളൂ ആമേ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. हालेलुया, हम देख सकते हैं कि कुरेनी शिमोन जो खेत में से लौट आ रहा था उसको देखने में इतना सुंदरता नहीं है, लेकिन यीशु मसीह का क्रूस का एक कोना उसने अपने कंधे में लगाया, इसलिए उनके बच्चे उनके पीढ़ियां आशीषित हो गई करके वचन में हम पढ़ सकते हैं. അങ്ങനെയെങ്കിൽ വിശ്വസ്തയോടെ ഈ വചനം ചുമക്കുന്ന നമ്മുടെ തലമുറകളെയും നമ്മെയും അനുഗ്രഹിക്കുവാൻ ആ ദൈവം ശക്തനാണ്. ऐसा है तो विश्वस्त होकर इन वचनों को उठाकर चलने वाले मेरे और आपके जीवन में हमें आशीषित करने के लिए हमारा परमेश्वर योग्य है करके सुबह के समय जान लीजिए. ആമേൻ ബാബിലോണിയ സാമ്രാജ്യത്തിലെ സകല മഹത്വവും ആമേൻ ആമേൻ നെബൂഖദ്നേസർ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോമിന്റെയും ദാനിയേലിന്റെയും മുമ്പിൽ വെച്ച് നീട്ടുവാൻ ഇടയായി തീർന്നു. हालेलुया, बाबिलोनिय राज्य के सारे सुख विलास शद्रक मेशक अबेदनगो के सामने और दानियल के सामने नेबूखदनेस्सर राजा ने रख दिया.
ആമേൻ രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണം ആമേൻ അവർക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. और राजा खाने वाला भोजन के मेज से खाने के लिए भी उन्हें बुलाया गया. ആമേൻ ആമേൻ ഒന്നുമില്ലാതെ ഹല്ലേലൂയ എബ്രായ ഹല്ലേലൂയ ബാലന്മാർ ഹല്ലേലൂയ ആമേൻ ചൊവ്വേ നേരെ കിടന്നുറങ്ങുവാൻ കട്ടില് പോലും ഇല്ലാത്തവർക്ക് ആമേൻ രാജാവിന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിലെ മെത്തയിൽ കിടന്നുറങ്ങുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ हालेलुया, बंदी होकर आए हुए ये यहूदियों को राजा के महल में अच्छे बिस्तर पर सोने के लिए भी अवसर तैयार करके दिया गया. ഭംഗിയില്ലാത്തെന്ന് നെബൂഖദ്നേസറിന് തോന്നി അവരുടെ പേരുകൾ മാറ്റി എഴുതുവാൻ ഇടയായി തീർന്നു. उनका नाम इतना अच्छा नहीं लगा हुआ, नेबूखदनेस्सर ने उनका नाम भी बदल दिया. സാഹചര്യങ്ങൾ ഏതു മാറിയാലും അഭിഷേകമുള്ളവൻ അവൻ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തനായിരിക്കുവാൻ ഇടയായി തീരും. लेकिन कोई भी अवस्था क्यों ना हो, अगर आपके अंदर एक अभिषेक है तो आप जिस परिस्थिति में है वहां पे आप विश्वस्त होकर रहेंगे. ആമേൻ പേര് മാറിയാലും രാജ്യം മാറിയാലും ഭക്ഷണ രീതി മാറിയാലും അകത്ത് അഭിഷേകമുള്ളവൻ ആമേൻ ഹല്ലേലൂയ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ തന്നെ താൻ സൂക്ഷിക്കുവാൻ ഇടയായി തീരും. अभिषेक अगर आपके अंदर है तो भले राज्य बदले, खाना बदले, रहने का ढंग बदले, पर आपका परमेश्वर के साथ का संबंध में कोई शायद नाम भी बदल देगा तो भी परमेश्वर के साथ के संबंध में एक बदलाव नहीं आएगा. ആമേൻ പുതിയൊരു ദൈവത്തെ പുതിയൊരു ബിംബത്തെ നിർത്തിയിട്ട് പറയുകയാണ്, ഇതിനെ ഒന്ന് നമസ്കരിച്ചാ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നുകൊള്ളാമെന്ന് ആമേൻ നെബൂഖദ്നേസർ ഓഫർ ചെയ്യുകയാണ്. हालेलुया, नए एक मूर्ति को लाके सामने रख के बोला जरा इससे नमस्कार करो, तुमको जो चाहिए वो सब मैं दूंगा करके नेबूखदनेस्सर ने उनसे कहा. ആമേൻ ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് പല ഓഫറുകളും ലഭിച്ചേക്കാം. നീ ഇതിനൊന്ന് കൂട്ടു നിന്നാ മതി, നീ ജസ്റ്റ് ഇതിനൊന്ന് ഹല്ലേലൂയ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, നീ ഇത് ചെയ്തില്ലേലും കുഴപ്പമില്ല, നീ ഇതൊന്ന് എന്റെ കൂടെ നിന്നാ മതി എന്ന് പല ഓഫറുകളും നമുക്ക് ലഭിച്ചേക്കാം. हालेलुया, हमारे जीवन में भी ऐसे अनेक ऑफर आएंगे, तू मेरे साथ जरा खड़े रहना, थोड़ा सपोर्ट कर लेना, तू करो मत, मैं करता हूँ लेकिन जरा सपोर्ट करना करके बोलने वाले अनेक ऑफर हमारे जीवन में भी आ सकते हैं. ആമേൻ ആമേൻ പണത്തിന്റെ കൂമ്പാരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ആമേൻ സഹോദര നീ ഇത് വാങ്ങിയിട്ട് നീ ഒന്നും ചെയ്യണ്ട, നീ ചുമ്മാ നിന്നാ മതി എന്ന് പറയുമായിരിക്കാം. हालेलुया, हमारे सामने पैसों के गट्टे रखकर हमें शायद बोला जाएगा, हमें ऑफर दिया जाएगा, तू कुछ भी मत करो, जस्ट मेरे साथ तू खड़े रहो करके ऐसे बोला जाएगा. ആമേൻ അകത്ത് അഭിഷേകം പ്രാപിച്ച എബ്രായനാണോ നീ? हालेलुया, अंदर अभिषेक प्राप्त किया हुआ एक इब्री अगर आप है तो ആമേൻ രാജാവേ ആമേൻ നിന്റെ ബിംബത്തെ നമസ്കരിക്കുവാൻ ഞാൻ ഹല്ലേലൂയ എന്നെ തന്നെ ആമേൻ നിന്റെ ബിംബത്തെ നമസ്കരിച്ച് എന്നെ തന്നെ പാപത്തിനടിമയാക്കുവാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുവാൻ അകത്ത് അഭിഷേകമുള്ളവനെ കഴിയത്തുള്ളൂ. अंदर अभिषेक प्राप्त किया वो व्यक्ति ही कह सकेगा, हे राजा मैं आपके रखे हुए इस मूर्ति के सामने मैं नमस्कार नहीं कर सकता करके. ആമേൻ ഒരുപക്ഷെ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആമേൻ ആമേൻ തീച്ചൂളയുടെ അനുഭവമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. शायद सच्चाई के लिए आप खड़े रहते समय आग की भट्टी आपके जीवन में आए. ആമേൻ എന്നാൽ തീച്ചൂളയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വരുന്ന സർവശക്തൻ നമ്മുടെ കരം നമ്മുടെ പ്രതിസന്ധിയിൽ പിടിക്കുവാൻ ശക്തനായവനാണ്. हालेलुया, लेकिन उस आग के भट्टी में भी चौथा होकर उतर आकर हमारा हाथ पकड़ने वाला एक परमेश्वर है, वो हमारा सर्वशक्तिमान परमेश्वर. ആമേൻ ഹല്ലേലൂയ. നിന്നെ തീച്ചൂളയിൽ ഇട്ടവൻ തന്നെ നിന്നെ അല്ലെ നിന്റെ വാക്കിനെ മാനിക്കുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമെന്ന് അകത്ത് അഭിഷേകമുള്ള ഒരുവന് തിരിച്ചറിവുണ്ടായിരിക്കണം. तुझे जिसने आग के भट्टी में फेंका वही तुझे और तेरे बातों को स्वीकार करेगा करके अंदर जिसके अंदर अभिषेक है उसे समझ में आएगा. ഒരുപക്ഷെ ചില തിരസ്കരണങ്ങൾ ആമേൻ പലരെയും നമ്മുടെ ശത്രുവാക്കിയേക്കാം. कुछ बातों में हम मनाई करते समय अनेक लोग हमारे शत्रु बन जाएंगे. ആമേൻ ചില പാപങ്ങൾ ചെയ്യാതെ ഹല്ലേലൂയ ഹല്ലേലൂയ അതിനോട് നോ പറയുമ്പോൾ ആമേൻ പലരും നമ്മുടെ ശത്രുവായി മാറിയേക്കാം. कुछ पापों के लिए हम मना करते समय अनेक लोग शायद हमारे शत्रु बन जाएंगे. ആമേൻ എന്നാൽ ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ लेकिन अगर परमेश्वर हमारे साथ है तो
ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാദപീഠത്തിൽ കൊണ്ടുവരുന്നവനാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം. ऐसा है तो पर हमारे शत्रुओं को हमारे पांव तले लाने वाला है हमारा परमेश्वर. ആമേൻ. നെബൂഖദ്നേസർ ഓർഡർ ഇടുകയാണ്, ആമേൻ ഹല്ലേലൂയ, ബിംബത്തെ ആരാധിക്കാത്തതിന് അവൻ തീച്ചൂളയിൽ ഇട്ട് കളയുവാൻ. नेबूकदनेस्सर ने ऐसा ऑर्डर दिया कि जो इस मूर्ति को आराधना नहीं करेगा उसे आग के भट्टी में फेंका जाएगा. ആമേൻ ഹല്ലേലൂയ. അവരെ ഹല്ലേലൂയ തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞെങ്കിലും നാലാമനായി ദൈവ സാന്നിധ്യം അതിനകത്ത് ഇറങ്ങി വന്നപ്പോൾ അവരുടെ പദവികൾക്ക് മാറ്റം വരുവാൻ ഇടയായി തീർന്നു. हालेलुया. उनको आग के भट्टी में फेंका गया तो भी वहां पर चौथा होकर परमेश्वर उतर आया, इसलिए वहां से उन्हें एक उद्धार देकर उनको नए पदवियों में बिठाया गया. ആമേൻ. ഇപ്പോൾ അവര് പറയുന്നത് ആ രാജ്യത്ത് നടക്കത്തുള്ള നിലവാരത്തിലെത്തുവാൻ ഇടയായി. हालेलुया. प्रेज द लॉर्ड. वहां पर ऐसा भी हो गया कि वे लोग जो बोलेंगे वही उस राज्य का नियम बन गया. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, जो सुनने वाले प्यारे लोगों, ഒരുപക്ഷെ നാം സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ പലയിടത്തും നാം ആമേൻ ഹല്ലേലൂയ തിരസ്കരിക്കപ്പെട്ടേക്കാം. हम सच्चाई के लिए खड़े रहते समय अनेक स्थानों में हमें एक तिरस्कार अनुभव करना पड़ेगा. എന്നാൽ അവരുടെയൊക്കെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ ശ്രേഷ്ഠമായ പദവി നൽകി, ആമേൻ ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ നൽകി മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. लेकिन उन सारे लोगों के सामने हमें एक श्रेष्ठ पदवी देकर हमें मान्यता दिलाने वाला परमेश्वर है हमारा परमेश्वर. ആമേ, പാപം നമ്മിലേക്ക് വരുമ്പോ പാപം ചെയ്യാതെ പാപത്തെ തിരിച്ചറിയുന്നത് ഒരു ദൈവ കൃപയാണ്. हालेलुया. पाप हमारे पास आते समय ये पाप है करके समझना वो परमेश्वर का कृपा कहलाया जाता है. ആമേ, വില കൊടുത്തു വാങ്ങുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. हालेलुया. परमेश्वर का कृपा जो है वो पैसा देके खरीदा जाने वाला वस्तु नहीं है. ആമേൻ. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ നടുവിൽ വെളിപ്പെട്ടു വരുന്നതാണ്. हालेलुया. वो हमारे जीवन में पवित्रता में हम जीते समय वो प्रकट होने वाली एक वस्तु है. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. लूका रचित सुसमाचार 11 का 31 और 32 में ऐसे लिखा है. ആമേൻ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. हालेलुया. एक बलवान अपने सारे घराने का रखवाली करते समय शत्रु उसका कुछ भी बिगाड़ नहीं सकता, लेकिन हालेलुया वो रखवाली ना करते समय शत्रु उसका सब कुछ चुरा के ले जाता है करके हम देख सकते हैं. ആമേൻ. ശക്തരായ ആമേൻ പട്ടാളക്കാർ, ശക്തരായ കാവൽക്കാർ ഒരു രാജ്യത്തിന് കാവൽ നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ രാജ്യത്തില് ആമേൻ ഒന്നും സംഭവിക്കത്തില്ല. रखवाली करने वाले एक राज्य की बहुत शक्ति के साथ रखवाली करते समय कोई भी उसके ऊपर आक्रमण नहीं करता है. ആമേൻ. എന്നാൽ ഹല്ലേലൂയ അതിനേക്കാളും ശക്തരായവർ കടന്നു വന്നാൽ ആ രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിക്കുവാൻ ഇടയായിത്തീരും. लेकिन उससे भी बल प्राप्त किया हुआ सेना अगर आ जाए तो उस राज्य को नाश कर कर वो लोग चले जाएंगे. ആമേൻ. ഇതുപോലെയാണ് പാപവും. ആമേൻ. പാപം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ആക്രമിക്കുവാൻ ഇടയായി തീരുമ്പോൾ അതിനേക്കാളും ശക്തമായ ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ പാപത്തെ നമുക്ക് ആമേൻ ഹല്ലേലൂയ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുവാൻ ഇടയായി തീരും. प्रेज़ द लॉर्ड. तो ऐसा ही है पाप हमें निर्बल बनाते समय हम परमेश्वर के सन्मुख जाकर परमेश्वर पर आसरा रखें तो हम बलवान हो जाएंगे. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഇഹലോകവാസ കാലത്ത് നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. जब यीशु मसीह इस दुनिया में थे हमारे समान एक मनुष्य था. ആമേൻ. നമ്മെ പോലെ എല്ലാ വികാരങ്ങളുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുവാൻ ഇടയായി തീർന്നത്. वो जब इस दुनिया में थे उनके अंदर सारे प्रकार के विकार हमारे समान था. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിലും പാപത്തിന്റെ സാഹചര്യങ്ങൾ പലതും കടന്നു വരുവാൻ ഇടയായി തീർന്നു. यीशु मसीह के जीवन में भी पाप के बहुत सारे अवसर आए. ആമേൻ. കർത്താവ് വചനം കൊണ്ട് അതിനെ ജയിക്കുവാൻ ഇടയായി തീർന്നു.
लेकिन यीशु मसीह ने वचन द्वारा उसके ऊपर जय प्राप्त किया। നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവവചനം കൊണ്ട് നമുക്ക് ജയിക്കുവാൻ കഴിയുന്നുണ്ടോ? हमारे जीवन में भी पाप की अवस्थाएं आते समय क्या परमेश्वर के वचन द्वारा आप उस पर जीत प्राप्त कर सकते हैं? നാം പാപം ചെയ്ത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ നമ്മി പ്രവർത്തിക്കുവാൻ നാം അവസരം ഒരുക്കി കൊടുക്കുകയാണ്. हालेलुया। पाप करते समय हम शैतान को अवसर बना के रख रहे हमारे जीवन में कार्य करने के लिए। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നത്, പിശാചിന് ഇടം കൊടുക്കരുതെന്ന്. इसलिए प्रेरित पौलुस कहता है कि शैतान को जगह मत दे दो। പാപം ചെയ്ത് നാം സാത്താൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ, अगर पाप करके आप शैतान को जगह देंगे तो അവൻ പാപത്തിൽ വെച്ച് നമ്മെ ഞെരുക്കി 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 അവസാനം അവൻ നമ്മളെ കൊന്നുകളയുവാനിടയായി തീരും. वो हमें पाप में दबा के रख कर आखिर में वो हमें मार डालेगा। പാപം നിറഞ്ഞ വഷളത്വം നിറഞ്ഞ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. हम ऐसे एक दुनिया में जी रहे हैं जहाँ पे बहुत पाप और दुष्टता है। അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുവാനിടയായി തീർന്നത്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. इसलिए यूहन्ना कहता है कि सारा दुनिया दुष्ट के हाथों में अधीन में है। അങ്ങനെ പാപത്തിന്റെ അധീനതയിൽ കിടന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെ കാൽവറിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി തന്റെ സ്വന്തം രക്തമൂറ്റി തന്ന് നമ്മെ വീണ്ടെടുത്ത് ഹല്ലേലൂയ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ ഹല്ലേലൂയ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കി നമ്മളെ പുത്രന്മാരാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, हालेलुया। ऐसे हम जो पाप में मरे हुए थे, पर यीशु मसीह के बलिदान के द्वारा अनेक पुत्रों को स्वतंत्रता देकर परमेश्वर की ओर आकर्षित किया हुआ एक अनुभव हमें दिया है। അവന്റെ രക്തത്താൽ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനിടയായി തീർന്നെങ്കിൽ, अगर उनका लहू के द्वारा हमें पाप में से मुक्ति दिलाया तो പാപ സാഹചര്യങ്ങൾ ഏതും കടന്നു വന്നാലും कोई भी पाप का अवसर क्यों ना आए, യോസേഫിനെ പോലെ, യോസേഫ് के समान, ശദ്രക് മേശക് അബേദ്നെഗോ ദാനിയേൽ എന്നിവരെ പോലെ, शद्रक मेशक अबेदनगो और दानियल के समान യേശുവിനെ പോലെ പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. और यीशु मसीह के समान पाप से हमें जीतने के लिए सीखना है। വെളിപ്പാട് പുസ്തകം ഇപ്രകാരം പറയുന്നുണ്ട്. प्रकाशित पत्री में हम ऐसे देख सकते हैं, 22-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. हालेलुया। 22वां अध्याय में ऐसे लिखा है कि जो नीति से जीता है वो अधिक नीतिमान बन जाए और जो खराब काम करता है वो अधिक खराब करने पाए। വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. हालेलुया। जो पवित्र है वो अपने आप को अधिक पवित्र करे। ഇതാ ഞാൻ വേഗം വരുന്നു. देखो मैं जल्दी आता हूँ। പാപം ചെയ്യാതിരിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ സാമ്പത്തിക ലാഭത്തിനോ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ സുഖമായും സ്വസ്ഥമായും ജീവിക്കാനോ വേണ്ടിയല്ല നാം പാപത്തിൽ നിന്ന് അകന്നിരിക്കേണ്ടത്. हालेलुया। पाप नहीं करना है इसलिए नहीं करना है, ऐसा नहीं है कि हम इस दुनिया में अच्छा जीवन मिलने के लिए और हम सुख से जीने के लिए हम पाप नहीं करें, ऐसा नहीं है। നാം വീണ്ടും ജനനം പ്രാപിച്ചത് ചുമ്മാതെയല്ല, വെറുതെ അല്ല, ഫ്രീ ആയിട്ടല്ല. അതിന് മറുവിലയായി കൊടുത്തത് നമ്മുടെ കാന്തന്റെ രക്തമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ രക്തമാണ്. हमने दोबारा जन्म लिया, वो ऐसे हमें फ्री में नहीं मिला था, लेकिन वो हमारे यीशु मसीह का लहू देकर हमें ये उद्धार मिला है। എന്തിനു വേണ്ടിയാണ് ദൈവം തന്റെ അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാൻ ഇടയായി തീർന്നത്? परमेश्वर यीशु मसीह ने अपना आखिरी बूंद लहू भी हमारे लिए क्यों दिया? നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയാണ്. हमें अनंत काल के जीवन में पहुंचाने के लिए।
ആമേൻ. അത് പാപം ചെയ്ത് നമ്മുടെ നിത്യത നഷ്ടപ്പെടുവാനിടയായി തീരല്ലേ ദൈവമക്കളെ. हालेलुया, पाप करके आपका अनंत काल का जीवन नष्ट होने के लिए अनुमति नहीं देना प्यारे लोगों। ആമേൻ. ആമേൻ. പാപം ചെയ്തിട്ട് പാസ്റ്റർക്ക് ഹല്ലേലൂയ പായസം വെച്ചു കൊടുത്താൽ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തില്ല. अब पाप करने के बाद पासवान को आप खीर बना के दे दो, आप स्वर्ग में नहीं जाएंगे। ആമേൻ. പാപം ചെയ്തിട്ട് ഹല്ലേലൂയ ദശാംശം കൊടുത്താൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തില്ല. पाप करने के बाद आप दशांश देते हो तो भी वो आपको स्वर्ग में नहीं ले जाएगा। ആമേൻ. വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. हालेलुया, दोबारा जन्म पाए हुए व्यक्ति पाप करे तो फिर और कोई बलि आपके लिए बाकी नहीं रहा। അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ലോക സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ കാന്തന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ हालेलुया, दुनिया के सारे घटनाएं हमारे यीशु का दोबारा आगमन के बारे में बताते समय ആമേൻ നമ്മെ തന്നെ തന്നെത്താൻ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? हम अपने आप को संभालने के लिए हो सकता है क्या? ആമേൻ. സകലവിധ ഹല്ലേലൂയ പാപ സാഹചര്യങ്ങളും നിറഞ്ഞ വഷളത്വം നിറഞ്ഞ ഒരു യുഗത്തിലാണ് നാം ഇന്ന് കാൽ വെച്ചിരിക്കുന്നത്. हालेलुया, सारे पापों से दुष्टता से भरे हुए एक समय में हम आए हैं। ആമേൻ. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. हम अपने आप को संभाले। ആമേൻ. അവന്റെ വരവിങ് അടുക്കലായിരിക്കുകയാണ്. मेरे यीशु का आगमन बहुत निकट आ गया है। ആമേൻ. നിത്യ നരകത്തിൽ പോകുവാനല്ല നിത്യതയിൽ വാസം ചെയ്യുവാനാണ് നാം വിളിക്കപ്പെട്ടത്. हालेलुया, अनंत काल के नरक में जाने के लिए नहीं, लेकिन अनंत काल के स्वर्ग में वास करने के लिए परमेश्वर ने हमें बुलाया है। എങ്കിൽ ആമേൻ ആ നിത്യത സ്വന്തമാക്കുവാൻ പാപത്തെ ഹല്ലേലൂയ വിട്ടൊഴിഞ്ഞ് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. उस अनंत काल का जीवन प्राप्त करने के लिए, पापों में से मुक्ति प्राप्त कर कर अपने आप को संभाल कर जीने के लिए मैं आप सबको अगुवाई देता हूँ। परमेश्वर आप सबको इन वचनों द्वारा आशीषित करे। ആമേൻ. Yes, sir.